الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله സത്യവിശ്വാസികളായ സഹോദര സഹോദരികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുഴുവൻ സമയങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ കാരുണ്യവാനായ അവന്റെ ദാസന്മാരുടെ ലക്ഷണമായിട്ട് പറഞ്ഞതിൽ അഞ്ചാമതായിട്ട് അല്ലാഹു പറയുന്നത്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന ആളുകളാണ്. അവർ അമിതവ്യയം നടത്തുകയോ, അതായത് ദൂർത്തടിക്കുകയോ പിശുക്ക് കാണിക്കുകയോ ചെയ്യാത്തവരാണ് എന്നാണ്. നല്ല ചൂടാണ്, താഴത്തെ മാത്രമേ എ സി ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പുറത്ത് വരുന്നവർ ഇപ്പോഴേ പുറത്ത് നിൽക്കേണ്ടി വരും. സഫൊക്കെ ഒന്ന് അടുത്ത് എല്ലാവരും ഒരുമിച്ച് ഒന്ന് മുന്നിലേക്ക് കയറിയിട്ട് സഫ് ഒന്ന് കൃത്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ അത് പറയുന്നത് കാണാൻ കഴിയും. والذين إذا أنفقوا لم تسرفوا ولم يقتروا وكان بين ذلك قواما. തീർച്ചയായും അവർ സത്യവിശ്വാസികളായ കാരുണ്യവാനായ അല്ലാഹുവിന്റെ അടിമകള് ഇദാ അൻഫഖു, അവർ ചെലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫു, അവർ ദുർവ്യയം ചെയ്യില്ല, ദൂർത്തടിക്കില്ല. വലം യഖ്തുറു, അവരെ പിശുക്ക് കാണിക്കുകയും പിടിച്ചു വെക്കുകയും ചെയ്യില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറയുകയാണ്. അപ്പൊ ഈ ആയത്തിൽ 3 ഗുണങ്ങളാണ് സത്യവിശ്വാസിയുടെ പറയുന്നത്. ഒന്നാമതായി അവർ ധനം ചെലവഴിക്കും എന്ന്. രണ്ടാമത്, ചെലവഴിക്കുമ്പോൾ അവർ
ദൂർത്തടിക്കുകയില്ല, അനാവശ്യമായി ചെലവഴിക്കുകയില്ല. മൂന്നാമതായി പറയുന്നു, അവർ പിശുക്ക് കാണിക്കുകയും ഇല്ല എന്ന്. ഈ 3 ഗുണങ്ങളും ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുന്ന ആളുകൾ, സമ്പത്ത് എന്നത് ആവശ്യത്തിന് ചെലവഴിക്കാനാണ്. ചില ആളുകൾ ആവശ്യത്തിന് ചെലവഴിക്കൂല, സ്വന്തം ആവശ്യത്തിന് നല്ല ഒരു ഭക്ഷണം കഴിക്കൂല. അവർ ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ നല്ല ഒരു മത്സ്യം വാങ്ങണമെങ്കിൽ പോയിട്ട് അതുപോലെ ഐക്കോറൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പോയിട്ട് എന്താ വരാന്നൊക്കെ ചോദിക്കും. അത് 600-700 എന്ന് പറഞ്ഞാൽ അപ്പൊ ഓഫാകല. പിന്നെ 1/2 കിലോ മത്തി വാങ്ങിയിട്ടുണ്ട് പോരും. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ചെലവഴിക്കാൻ മടി, ചെലവഴിക്കൂല. അതേപോലെ ഹജ്ജിന് പോകണം, ഉംറക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവളെ കെട്ടിക്കട്ടെ, അല്ലെങ്കിൽ ആ സ്ഥലം കൂടെ ഒന്ന് വാങ്ങട്ടെ. ഇങ്ങനെ അവന്റെ ശരീരത്തിനും ആത്മാവിനും ഒന്നും ചെലവഴിക്കാതെ കുടുംബത്തിൽ ധാരാളം പ്രയാസപ്പെടുന്ന ആളുകൾ കാണുമ്പോഴും എന്റെ ധനം നഷ്ടമാകുമോ, തിന്നാതെ കുടിക്കാതെ കൊടുക്കാതെ ഇങ്ങനെ വാരിക്കൂട്ടി കുനൂസായിക്കൊണ്ട് നിധികളായി സംഭാരങ്ങളാക്കി വെക്കുന്ന ആളുകൾ, അതിലെന്താ കാര്യമുള്ളത്? അള്ളാഹു തരുന്നതിനാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി മനുഷ്യനോട് പറഞ്ഞെന്താണ്? സ്വർഗത്തിലേക്ക് കടത്തുമ്പോൾ തിന്നോ കുടിച്ചോ, കുലു വശറബു, നിങ്ങൾ തിന്ന് കുടിക്ക്, ധാരാളം തിന്നോ കുടിച്ചോ സ്വർഗത്തില്. നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ നിങ്ങൾ കഴിച്ചവിടുന്ന്. പക്ഷെ ആ കഴിക്കുന്നതിൽ ഒരു സൂക്ഷ്മത പാലിക്കണം. ഈ മരത്തെക്കൊള്ള നിങ്ങൾ അടുക്കരുത്, ബാക്കി എന്തും നിങ്ങൾ തിന്നോ കുടിക്കോ ചെയ്തു. അത് തന്നെ സ്വർഗത്ത് പോയിട്ട് അവിടെ 4 റക്അത്ത് നിസ്കരിക്കാനല്ല പറഞ്ഞേ, അല്ലെങ്കിൽ അവിടെ ഇത്തികാഫിരിക്കാനല്ല പറഞ്ഞത്. സ്വർഗത്ത് പോയിട്ട് തിന്നോളണം കുടിച്ചാലും മനുഷ്യനോട് ആദ്യമായിട്ട് അല്ലാഹു പറഞ്ഞു. അപ്പൊ നമ്മളെ ഭക്ഷണം കഴിക്കണം, കിട്ടിയ സമ്പത്ത് ചെലവഴിക്കണം, നല്ല വീടുണ്ടാക്കണം, നല്ല വാഹനം വാങ്ങണം, നല്ല വസ്ത്രം ധരിക്കണം. പക്ഷെ അതിലൊന്നും ദുർവ്യയം ഉണ്ടാകരുത് എന്നുള്ളതാ. അതിനാണ് അള്ളാഹു നമുക്ക് സമ്പത്ത് തരുന്നത്. അത് ചെയ്തില്ലെങ്കിൽ അള്ളാഹു ചോദിക്കുകയും ചെയ്യും. ശരീരത്തെ കുറിച്ച് ചോദിക്കും, കുടുംബക്കാരെ കുറിച്ച് ചോദിക്കും. ചെലവഴിച്ചില്ലെങ്കിൽ നാളെ പരലോകത്തെ ചോദ്യം ഉണ്ടാകും. പക്ഷെ ആ ചെലവഴിക്കുന്നതിൽ ദൂർത്തടിക്കാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ നിബന്ധന. ആ ചെലവഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു ചെലവഴിക്കലാണ് തനിക്ക് വേണ്ടി, തന്റെ ശരീരത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതോടൊപ്പം സമൂഹത്തിന് വേണ്ടിയും അള്ളാഹു നൽകിയതിൽ നിന്ന് നീ ചെലവഴിക്കണം. സകാത്ത് കൊടുക്കണം, സദഖ കൊടുക്കണം, അല്ലെ? സകാത്ത് കൊടുക്കാത്ത ആളുകള് ഇന്ന് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അവര് പൈസ ഇങ്ങനെ നിക്ഷേപിച്ച് കൂടുതൽ സമ്പത്തിലേക്ക് പോവുകയാണ്. സകാത്ത് പിന്നെ കൊടുക്കാം നീട്ടിക്കൊണ്ടു പോവുകയാണ്. സകാത്ത് കൊടുക്കാൻ പ്രിയമുള്ളവർ എന്താ പ്രയാസം? അള്ളാഹു നമ്മോട് കിട്ടിയതൊക്കെ കൊടുക്കാൻ പറയുന്നില്ലല്ലോ. ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിപ്പോ ഒരു 100 രൂപ കിട്ടിയാൽ അതിൽ 97.5 രൂപയും നമുക്ക് എടുക്കാം. ബാക്കി 2.5 രൂപയെ കൊടുക്കേണ്ടതുള്ളൂ സകാത്ത്. ബാക്കി 97 നമുക്ക് എടുക്കാമെന്ന്, അല്ലാതെ കിട്ടിയത് മുഴുവൻ കൊടുക്കാൻ പറയുന്നില്ല. അത് മാത്രമല്ല, ആ സമ്പത്തിന്റെ മാലിന്യത്തിൽപ്പെട്ടതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ധനികന്റെ സമ്പത്തിലെ മാലിന്യമാണ് സക്കാത്ത്. ദരിദ്രന്റെ അവകാശമാണ്, നമ്മുടെ ഔദാര്യമല്ല. അവന് നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറഞ്ഞ് കേൾക്കണമെന്ന് ആവശ്യമില്ല, നിങ്ങളോട് നന്ദി കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു അവന് ധനികന്റെ സമ്പത്തിൽ വെച്ച ഒരു അവകാശമാണ്. അത് കൊടുക്കുന്നതുകൊണ്ട് ആരെങ്കിലും അധികാരം കാണിച്ചാൽ സക്കാത്ത് അവരെ കടം വിടുകയും ഇല്ല. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കാൻ യാതൊരു മടി ഉണ്ടാവില്ല. ശരിക്കും ഇപ്പൊ പറയേണ്ടത് സക്കാത്തിനെ കുറിച്ചല്ല. കാരണം റമദാൻ മാസത്തിൽ സക്കാത്ത് നീട്ടി വെച്ച് കൊടുത്തുകൊണ്ട് പ്രത്യേക പുണ്യൊന്നും കിട്ടാനില്ല. റമദാൻ മാസത്തിലേക്ക് സക്കാത്ത് മാറ്റി വെച്ചത് കൊണ്ട് പ്രത്യേക പുണ്യൊന്നും കിട്ടാനില്ല. കാരണം അത് ഫർളായ കാര്യമാണ്. എപ്പോ സമയമാണ് അപ്പൊ കൊടുക്കണം. അത് റമദാനിലേക്ക് നീട്ടി വെക്കാൻ പാടില്ല. റമദാനിലെ പുണ്യം കൂടുക സദഖ കൊടുക്കുമ്പോഴാണ്. നിങ്ങൾ റമദാനിലാത്ത സമയം സക്കാത്ത് കൊടുത്താലും റമദാനിൽ കൊടുത്താലും ഒരേ കൂലിയാണ്. പക്ഷേ റമദാനിൽ കൊടുക്കേണ്ട സ്വതക്കയാണ്, അതിനപ്പുറത്ത് എക്സസ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിനാണ് കൂലി കൂടുതൽ. അതുകൊണ്ട് സ്വതക്കയെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്, അല്ലെ? അപ്പോൾ സമ്പത്ത് കൊടുക്കുന്ന സമയത്ത് അത് ആളുകൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയുമോ? അത് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് സദഖയും സക്കാത്തൊക്കെ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നാമതായി നാം തന്നെ ബോധ്യപ്പെടുത്തേണ്ടത്, നാം കൊടുക്കുന്നത് നമ്മുടെ സമ്പത്തല്ല.
നമ്മൾ ആരും ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോ അരയിൽ കെട്ടിയ ചരട് പോലും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉള്ളതെല്ലാം അള്ളാഹു നമുക്ക് ഇവിടെ ഒരുക്കി വെച്ചതാണ്, ഇവിടെ വന്ന് കിട്ടിയതാണ്, അള്ളാഹു നമുക്ക് തന്നതാണ്. അള്ളാഹ് പറയുന്നത് കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയിൽ ആദ്യമായി നമ്മളോട് ചെലവഴിക്കാൻ പറയുന്ന സൂറത്തുൽ ബഖറയുടെ ആയത്തിൽ തന്നെ പറയുന്നു, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അവര്. അള്ളാഹ് തന്നതല്ലാതെ മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. അള്ളാഹ് തന്നവർ മാത്രമേ നമ്മുടെ കയ്യിൽ പാരമ്പര്യമായി കിട്ടിയതാണെങ്കിലും കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണെങ്കിലും നീ മനസ്സിലാക്കുക, നിന്നേക്കാൾ ബുദ്ധിയുള്ള, ശക്തിയുള്ള, തറവാടിത്തമുള്ള, സൗന്ദര്യമുള്ള ആളുകൾ നിന്നെ പോലെ ലഭിക്കാതെ ഇവിടെ പ്രയാസപ്പെടുന്നുവെങ്കിൽ നിനക്കത് തന്നത് അള്ളാഹുവിന്റെ ഫضലാണ്. അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ ഫضല് കൊടുക്കുന്നു. സമ്പത്തിനെ ഫضല് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ സ്ഥലങ്ങളിൽ പറഞ്ഞു കാണാൻ കഴിയും. അതുപോലെ തന്നെ സമ്പത്തിന് പറയുക മാല് എന്ന് പറയുന്നു. മാലു ബനു എന്ന് പറയുന്നു. ഈ മാല് പറഞ്ഞ എന്താ അറിയോ? മാല് പറഞ്ഞ സമ്പത്താണ്. പക്ഷെ അതിനൊരു വേറെ അർത്ഥമുണ്ട്. ചായുന്നത് എന്ന്, ചായ്പിക്കുന്നത്, അതിലേക്ക് ചായ്പിക്കുന്നു. സമ്പത്ത് എവിടെയുണ്ടോ അതിലേക്ക് ആളുകൾ ചായും. അതിലെല്ലാ മനുഷ്യന്മാരും കണക്കാണ്, മൗലവിയും കണക്കാണ്, സാധാരണക്കാരൻ കണക്കാണ്, കച്ചവടക്കാരൻ കണക്കാണ്. എല്ലാവരും സമ്പത്തിനോട് ഒരു പ്രത്യേക ചായവുണ്ടാകും. എല്ലാ മനുഷ്യന്മാർക്ക് അല്ലാഹു കൊടുത്തൊരു വീക്ക്നെസ് ആണത്. അതുകൊണ്ടാണ് അതിന് മാലു എന്ന് പേര് വന്നത്. അതുണ്ടെങ്കിൽ അതിലേക്ക് ചായും. സ്വന്തം സമ്പാദിക്കുന്നതിലും സമ്പത്തിലേക്ക് ഒരുപാട് ചാഞ്ഞു പോകും. സമ്പത്തുള്ളവന്റെ അടുക്കിലേക്ക് ചായും. അത് സ്വാഭാവികമായി മനുഷ്യനുണ്ടായിട്ടുള്ള ഒരു ഗുണമാണ്. അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ അത് ഖൈറാണ്, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇന്നഹു ലിഹബ്ബിൽ ഖൈരി ലശദീദ്. ഖൈർ എന്ന് സമ്പത്തിനെ കുറിച്ച് അള്ളാഹു പറയുന്നതാണെങ്കിൽ ഖൈർ, നന്മ എന്ന്. അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ, ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നന്മയാണ്. എന്നാൽ അതല്ലെങ്കിലോ ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, അത് ഫിത്നയായി മാറും. സമ്പത്തും സന്താനവും ഫിത്നയായി മാറുകയും ചെയ്യും എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അള്ളാഹു പറയുന്നു, ആമിനൂ ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും അവന്റെ റസൂലും നിങ്ങളെ വിശ്വസിക്കൂ. വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി തന്നിട്ടുള്ള, അതിന്റെ ഉടമസ്ഥന്മാരാക്കി അള്ളാഹു നിങ്ങളെ മാറ്റിയിട്ടുള്ള ആ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ. അപ്പോൾ അള്ളാഹുവാണ് നമുക്ക് സമ്പത്ത് ഉടമപ്പെടുത്തി തന്നത്, നമ്മുടേതല്ല. ഏതൊരുവർ നിങ്ങളിൽ നിന്നുള്ള സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളും ചെലവഴിക്കുന്നവരുമാണ് എങ്കിൽ ലഹും അജ്റുൻ കബീർ, അവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലവഴിച്ചവർക്ക് അല്ലാഹുവിന് പകരമായി സ്വർഗം നൽകും. സ്വന്തം ശരീരവും സമ്പത്തും സ്വർഗത്തിന്റെ പകരമായി അള്ളാഹുവിനെ കച്ചവടം നടത്തുന്നവരാണ് മുഅ്മിനീങ്ങളെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് സൂറത്ത് തൗബയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന, തീർച്ചയായും സത്യവിശ്വാസികള് ഇന്നല്ലാഹു ഇശ്തറാ, തീർച്ചയായും അല്ലാഹു കച്ചവടം നടത്തിയിരിക്കുന്നു. മിനൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട്, ഓരോ മുഅ്മിനോടും മുഅ്മിനത്തിനോടും അല്ലാഹു ഒരു വ്യാപാര ബന്ധമുണ്ട്, കച്ചവട ബന്ധമുണ്ട്. എന്താണെന്ന കച്ചവടം നടത്തിയെന്നറിയുമോ? അവരുടെ ജീവനും അവരുടെ സമ്പത്തും അല്ലാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു. അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു. സ്വർഗം പകരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നവോ ആ നിമിഷം മുതൽ അവന്റെ ശരീരവും സമ്പത്തും അള്ളാഹുവിനവൻ വിറ്റ് കഴിഞ്ഞു. പിന്നെ അതെങ്ങനെ ചെലവഴിക്കണം, അവന്റെ സമ്പത്തും ശരീരവും ഏത് രൂപത്തിലാണ് ചെലവഴിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ അധികാരം അത് വാങ്ങിയവനാണ്, വിറ്റവനല്ല. അതുകൊണ്ട് റബ്ബ് പറയുന്നു, ഇന്ന സമയത്ത് നീ എഴുന്നേൽക്കണം,
ഇന്ന സമയത്ത് നീ ഉറങ്ങണം, ഇന്ന ഭക്ഷണങ്ങൾ നീ കഴിക്കണം, ഇന്ന രൂപത്തിൽ നീ സംസാരിക്കണം, നീ നോക്കണം, കേൾക്കണം, നടക്കണം, നീ ബന്ധങ്ങൾ സ്ഥാപിക്കണം, കച്ചവടം ചെയ്യണം, കുടുംബം പോറ്റണം. എല്ലാ രംഗങ്ങളിലും അതിന്റെ അധികാരമുള്ളത്, തീരുമാനം പറയാൻ അധികാരമുള്ളത് ഏകനായ അല്ലാഹുവിനാണ്. കാരണം അവൻ നമ്മുടെ ജീവനും സമ്പത്തും വിലക്ക് വാങ്ങിയിരിക്കുന്നു. മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമ്പത്തും അല്ലാഹുവിന് അവകാശപ്പെട്ടതാ. പിന്നെ അതെനിക്ക് തോന്നിയതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ ഈമാനിന്ന് പുറത്തുപോയി. അള്ളാഹുവിന്റെ കരാറലംഘനം നടത്തിയവൻ. നോക്കണേ, മാത്രമല്ല അല്ലാഹു പറയുന്നു, അള്ളാഹു പറയുന്ന ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവരുടെ മനസ്സിനെ, അവരുടെ ജീവനെ വിറ്റ ആളുകള്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവരവരെ തന്നെ വിറ്റ ആളുകളുണ്ട്. മനുഷ്യരിൽ ചില ആളുകള് അള്ളാഹുവിന്റെ അടിമകളോട് അങ്ങേയറ്റം വിട്ടുവീഴ്ചയുള്ളവനാ. ഇത് സുഹൈബ് റൂമി എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ ഒരു പ്രവൃത്തി കാരണം അള്ളാഹു ഇറക്കിയ ആയത്ത. എല്ലാവരും ഹിജറ ഇങ്ങനെ പോകുന്ന സമയത്ത് സുഹൈബ് റളിയല്ലാഹു അൻഹു റോമക്കാരനാ. അദ്ദേഹം മക്കയിൽ വന്ന് താമസമാക്കി, പ്രവാചക സ്വലങ്ങൾ വിശ്വസിച്ച് മുസ്ലിമായി. അങ്ങനെ അയാൾ വ്യാപാരം നടത്തി വലിയ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി അദ്ദേഹം മാറി. അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി തന്റെ സമ്പത്തുമായി, തന്റെ ഒട്ടകങ്ങളെയൊക്കെ ഒരുക്കി സമ്പത്തുമായിട്ട് അദ്ദേഹം മദീനയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഖുറൈശികളെല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു, സുഹൈബേ, നീ മക്കയിൽ വരുന്ന സമയത്ത് ഒരു ദീനാറ് പോലുമില്ലാതെ വന്നവനാ. ഇവിടെ വന്നുകൊണ്ടാണ് ഇത്രയും വലിയ പണക്കാരനായത്. അതുകൊണ്ട് തന്നെ ഈ സമ്പത്തൊന്നും നീ കൊണ്ടുപോകാൻ പാടില്ല. നിനക്ക് മുഹമ്മദിന്റെ മതത്തിൽ ചേർന്ന് പോകണോ, നീ വന്നതുപോലെ തിരിച്ചു പോകണം. സുഹൈബ് റളിയല്ലാഹു അൻഹു ചിരിച്ചു. എങ്കിൽ നിങ്ങൾ എന്നെ അനുവദിക്കുമോ? അനുവദിക്കും. എന്നാൽ ഇതാ, അദ്ദേഹം ആ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞതാ, ഈ ഒട്ടകമടക്കം എല്ലാം ഞാൻ വിട്ടിരിക്കുന്നു. എനിക്കിതിനേക്കാൾ വിലപിടിപ്പുള്ള അല്ലാഹുവിന്റെ സ്വർഗ്ഗമാണ്. അത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആജ്ഞകൾ സ്വീകരിച്ചുകൊണ്ട് മദീനയിൽ പോയെങ്കിൽ ലഭിക്കും. അതുകൊണ്ട് ഞാൻ അതെല്ലാം വിട്ടുപോകും. അങ്ങനെ മക്കയിലുള്ള വലിയ ഈത്തപ്പനത്തോട്ടങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും അതുപോലെ ആട്ടിൻപറ്റങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്വർണത്തിന്റെ ദീനാറുകളും എല്ലാം കുതിരകളും ഒട്ടകളും എല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഹിജ്റ പോവുകയാണ്. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, വമിനന്നാസി മൻ യശ്രീ നഫ്സഹു ബിത്തിഗാഅ മർദാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അള്ളാഹിന്റെ പ്രവാചകങ്ങൾക്ക് ആയത്തിറങ്ങുകയാണ്. സുഹൈബിന്റെ പ്രവൃത്തി അള്ളാഹു ഇഷ്ടപ്പെട്ടു. അള്ളാഹു റസൂൽ പറഞ്ഞു, സുഹൈബേ, നീ നടത്തിയ കച്ചവടമുണ്ടല്ലോ, അതങ്ങ് അർശിലേക്ക് എത്തി. സുഹൈബേ, ഇത് ആയത്തിറങ്ങിയിരിക്കുന്നു അള്ളാഹുവിന്റെ, അത് സ്വീകരിച്ചിരിക്കുന്നു റബ്ബ് ആ കച്ചവടം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ സമ്പത്ത് ചെലവഴിച്ചവർ സ്വഹാബികളിൽ ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ നമ്മളെത്തി നിൽക്കും നമ്മുടെ മാനസിക സമീപം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുക. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാനധർമ്മം നരകശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടമാണ്. നോക്കുക, ദാനധർമ്മം നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന കച്ചവടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. ഓ വിശ്വാസികളെ, ഭയാനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? തുഅ്മിനൂന ബില്ലാഹി വ റസൂലി, അല്ലാഹുവിനെ റസൂലും വിശ്വസിക്കുക ഒന്നാമത്. രണ്ടാമത്, വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുക. അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു, നമുക്ക് പോയി യുദ്ധം ചെയ്യണ്ടല്ലോ, അല്ലെ? യുദ്ധമല്ലല്ലോ. എന്നാൽ ഉലമാക്കൾ പറയുന്നത്, കാലഘട്ടത്തിന്റെ ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിക ദഅവത്ത, ഇസ്ലാമിക പ്രബോധനമാണ്. ഒരുപാട് ആളുകള് ഈ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ആളുകൾക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുക,
അതിനുവേണ്ട പള്ളികളും മദ്രസകളും കോളേജുകളും കലാലയങ്ങളും അതിനുവേണ്ട സംവിധാനങ്ങളും എല്ലാം ഒരുക്കുക, അതിനെ സഹായിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതാണ് ഈ കാലഘട്ടത്തിന്റെ ജിഹാദ്. നിങ്ങൾക്കറിയില്ലേ, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളെ അപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും പാർസിയും ജൈനനും ബുദ്ധനും അടങ്ങുന്ന എല്ലാ മനുഷ്യരും സഹോദരന്മാരെ പോലെ സ്നേഹത്തോടെ ജീവിക്കുകയും മുസ്ലിങ്ങളെ കുറിച്ച് ആര് തെറ്റിദ്ധരിപ്പിച്ചാലും അതങ്ങനെയല്ല എന്ന് മുസ്ലിം അല്ലാത്ത ക്രൈസ്തവരും ഹൈന്ദവരും പറയുന്നുവെങ്കിൽ അത് കേരളത്തിൽ മുസ്ലിം സമൂഹം നടത്തുന്ന ഇസ്ലാമിക ദഅവത്തിന്റെ പവിത്രതയാണ്. അവിടെയുള്ള കോളേജുകളുടെയും മദ്രസകളുടെയും പള്ളികളുടെയും അവിടെയുള്ള പ്രബോധനത്തിന്റെയും മഹത്വമാണ് കേരളത്തിൽ മറ്റെവിടെയും കാണാത്ത ഒരു ഐക്യവും സമാധാനവും കാണുന്നത്. അതുകൊണ്ട് തന്നെ നാം അതില്ലാത്ത സ്ഥലങ്ങളിൽ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ഇസ്ലാമികമായ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനുവേണ്ടി വയറുപ്പ് കൊള്ളുക, വെയില് കൊള്ളുക, ഉറക്കമൊഴിക്കുക, ഭക്ഷണം ഉപേക്ഷിക്കുക, അതിനുവേണ്ടി പൈസ ചെലവഴിക്കുക, ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള ജിഹാദ്. അത് ചെയ്യാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ അള്ളാഹുവിന്റെ ചോദ്യമുണ്ടാവും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾ വിവരമുള്ളവരാണ് എങ്കിൽ, മനസ്സിലാക്കുന്നവരാണ് എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്നുള്ള പഠിപ്പിക്കുന്നു. നാലാമതായി നോക്കൂ, ഇത് നൽകുന്നത് വഴി ഒരിക്കലും സമ്പത്ത് കുറയൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരിക്കലും സദഖ കൊടുക്കുന്നത് കൊണ്ട് സമ്പത്ത് കുറഞ്ഞു പോകുകയില്ല, അതിന്റെ ഒഴുക്ക് അല്ലാഹു വർദ്ധിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് സദഖ കൊടുക്ക. അഞ്ചാമതായി സമ്പത്തിന് അല്ലാഹു വർദ്ധനവുണ്ടാക്കി തരും. നാളെ പരലോകത്ത് ദുനിയാവിലും അല്ലാഹു വർദ്ധനവുണ്ടാക്കും, നാളെ പരലോകത്തും വർദ്ധനവുണ്ടാക്കും. അല്ലാഹു പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം നോക്കുക. പറയുന്നു, ഒരു ചെടിയെ പോലെയാണ്, കതിരുകളുള്ള ചെടികളെ പോലെ. ധാന്യമണികളുള്ള ഒരു ചെടി, ഓരോ കതിരിലും അതിന് 7 കതിരുകളുണ്ട്. ഒരു ചെടിയിൽ 7 കതിര്, 7 കതിരിലും 100 മണികൾ വീതം. അപ്പോൾ 700, അതായത് കുറച്ചു കൊടുത്താൽ മതി, അള്ളാഹു ഒരുപാട് തിരിച്ചു തരുമെന്നാണ് പറയുന്നത്. പരലോകത്ത് ഒരെണ്ണം കൊടുത്താൽ 700 തിരിച്ചു തരാമെന്ന് പറയുകയാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് അവസാനമായി ചെയ്യാൻ പറയുന്ന കാര്യം അത് സ്വതക്കയാണ്. അത് സ്വതക്കയാണ്. മനുഷ്യൻ ചെയ്യാത്തതിന്റെ പേരിൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വന്നിരിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് അപേക്ഷിക്കുന്ന അവസാനത്തെ കാര്യവും ഞാൻ സദഖ കൊടുക്കാം. സദഖ കൊടുക്കാത്തവരുടെ പശ്ചാത്തലമാണ് പറയുന്നത്. നോക്കുവെന്ന് പറയുന്നത് കാണാൻ കഴിയും. നിങ്ങളിൽ ഒരാൾക്ക് മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണേ. അപ്പോൾ അവൻ പറയും, മരണമെത്തിക്കഴിഞ്ഞാൽ, എന്റെ രക്ഷിതാവേ, എനിക്ക് അല്പസമയം കൂടെ നീ തരികയാണെങ്കിൽ, ഒരല്പസമയം കൂടെ എനിക്ക് നീ പിന്തിപ്പിച്ചു തരികയാണെങ്കിൽ ഞാൻ സദഖ കൊടുക്കാം, ദാനധർമ്മങ്ങൾ ധാരാളമായി കൊടുക്കാം. നല്ല സ്വാലിഹായ മനുഷ്യനായി മാറുകയും ചെയ്യാം. അപ്പോൾ അള്ളാഹു പറയുന്നതും മനുഷ്യൻ ഖേദിക്കുന്നതും അവസാനത്തെ കർമ്മമായി സദഖ കൊടുത്തില്ല എന്നുള്ളതിന് പേരിലാണ്. പ്രിയമുള്ളവരെ, സദഖ കൊടുക്കുന്നത് കൊണ്ട് എത്രായിരം കുട്ടികളാണ് അനാഥകളായ, വാപ്പയില്ലാത്ത, സംരക്ഷിക്കാനില്ലാത്ത ആളുകള് ഇന്ന് സമൂഹത്തിന്റെ നേതാക്കന്മാരും വലമാക്കളുമായി മാറിയത്. കേരളത്തിൽ മുസ്ലിങ്ങള് അവരുടെ സമ്പത്ത് കണക്കില്ലാതെ ചെലവഴിച്ചതിന്റെ പേരിൽ ഒരുപാട് യതീംഖാനകള്, യതീം മക്കള് ഇന്ന് സമൂഹത്തിൽ ഉയർന്ന പദവിയുള്ള അവർ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നല്ല മനുഷ്യരായി സമൂഹമായി മാറിയിരിക്കുന്നു. അതുപോലെ എത്ര പാപങ്ങളായ മിസ്കീനുകളായ ആളുകളാണ് ഇന്ന് ഉയർന്നു വന്നത്. അത് കേരള മുസ്ലിങ്ങള് സദഖ കൊടുത്തുകൊണ്ടാണ്. അത് പറയുമ്പോ തമിഴ്നാട്ടിലെ മുസ്ലിങ്ങൾ വിചാരിക്കേണ്ട, ഓ കേരളക്കാരെ മാത്രം ചെയ്യുന്നതല്ല. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്.
സക്സസ് ആയ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അങ്ങനെ സ്വതക്ക, മുസ്ലിങ്ങളെ സ്വതക്ക കൊടുക്കാൻ ധാരാളമായി കയ്യും കടക്കുമില്ലാതെ വാരി കോരി കൊടുത്തതിന്റെ ഫലമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിന്റെ കാരണം. ഇഷ്ടംപോലെ കോളേജുകളും സ്കൂളുകളും മദ്രസകളും യതീംഖാനകളും എല്ലാം ഇന്ന് നിലകൊള്ളുന്നത് അതിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തുടർന്നും നമ്മൾ ആ ചര്യ പിന്തുടരേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നമുക്ക് ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ ഒരു പള്ളി സ്ഥാപിക്കുകയാണ് എങ്കിൽ, ഒരു മദ്രസ സ്ഥാപിക്കുകയാണ് എങ്കിൽ, അതുകൊണ്ട് ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ, ഭക്ഷണം കൊടുക്കേണ്ടതല്ല, ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ, ഒരാൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ 1000 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ആളുകളെ ആ പള്ളി ഉണ്ടാക്കും. ആ പള്ളിയിൽ നിന്നുള്ള ശിക്ഷണങ്ങള്, ഖുതുബകളെ, ക്ലാസുകൾ കേട്ട് 100 കണക്കിന് ആളുകളെ മനുഷ്യ സ്നേഹികളായി, അവര് പുരോഗമനത്തിന്റെ ആളുകളായി, അവര് സമൂഹ ശില്പികളായി അവർ മാറും. അവര് തെറ്റുകളിൽ നിന്ന് വിരമിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഈ റമദാനിൽ നിങ്ങളുടെ അടുക്കലേക്ക് പള്ളിയുടെ കാര്യം, മദ്രസയുടെ കാര്യം, യതീംഖാനയുടെ കാര്യം എന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ മടി കാണിക്കരുത്. കാരണം ആ കൊടുക്കുന്നത് കൊണ്ട് ഒരു സമൂഹമാണ് നന്നാകാൻ പോകുന്നത്. നിങ്ങൾക്ക് ജാരിയായ സ്വതക്കയാണ്. നിങ്ങൾക്ക് ജീവിതത്തിലും ജീവിതത്തിന് ശേഷം സ്വർഗീയമായ നിത്യമായ ആ ജീവിതത്തിൽ ഖിയാമത്ത് നാൾ വരെയും ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജാരിയായ സ്വതക്കയാണ്. അതുപോലെ ധാരാളം ആളുകള് ഈ ഭിക്ഷാടനത്തിൽ നിന്ന്, തീവ്രവാദത്തിൽ നിന്ന്, അതുപോലെ തന്നെ വ്യഭിചാരത്തിൽ നിന്ന്, പലിശയിൽ നിന്ന് എല്ലാം ജനങ്ങളെ രക്ഷപ്പെടുത്താൻ സദഖ കൊണ്ടാണ് കഴിയുക. ഒരിക്കൽ ഒരു മഹാനായ പണ്ഡിതൻ, താബിയിൽപ്പെട്ട ഒരു പണ്ഡിതൻ സദഖ കൊടുക്കാൻ വേണ്ടി രാത്രിയിൽ ഇറങ്ങി തിരിച്ചു. അങ്ങനെ അദ്ദേഹം പോയി സദഖ കൊടുത്ത് ഒരു വേശ്യസ്ത്രീക്കാണ് സദഖ കൊടുത്തത്. എല്ലാരും പറഞ്ഞു, എന്ത് മൗലികയാണ് ഇയാൾ, ഈ നാട്ടിൽ അത്ര നല്ല മനുഷ്യന്മാരുണ്ടാകുമ്പോൾ ഒരു വേശ്യപ്പെടിനാ സദഖ കൊടുത്തത്. അദ്ദേഹം ഒന്നും വേണ്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് പോയി അദ്ദേഹം ഒരു കള്ളനാണ് സദഖ കൊടുത്തത്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ കള്ളൻ എല്ലാവർക്കും മൂപ്പരൊക്കെ സദഖ കൊടുത്തു, ഇയാൾക്ക് എന്താ തലക്ക് സുഖല്ലേ, ഇന്നലെ വേശ്യക്ക് കൊടുത്തു, ഇന്ന് കള്ളന് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷേ പിന്നീട് അവിടുന്ന് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ വേശ്യസ്ത്രീയെ നല്ല സ്വാലിഹായ പെണ്ണായിട്ട് കാണുകയാണ്. അദ്ദേഹം ചോദിച്ചു, നീ ആരാണ്? നിങ്ങളൊരു ദിവസം രാത്രി എനിക്ക് സ്വതക്ക തന്നില്ലേ, ഞാൻ വ്യഭിചരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നിങ്ങളെ സ്വതക്ക കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തേക്കുള്ളതായി ലജ്ജപതിരെ പോയി തിരിച്ചുപോയി. അന്ന് പോയപ്പോൾ എനിക്ക് നല്ല സുഖമായ സന്തോഷം തോന്നി. പിറ്റേ ദിവസം എനിക്ക് മടി തോന്നി. ഇന്നലെ ഞാൻ വ്യഭിചരിക്കാതിരുന്നപ്പോൾ എനിക്ക് നല്ലൊരു സമ്പത്ത് കിട്ടിയപ്പോൾ എത്ര സുഖമായിരുന്നു. അങ്ങനെ ഞാൻ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ഞാൻ വ്യഭിചാരം നിർത്തി. കള്ളൻ പറഞ്ഞു, ഇതേപോലെ ഞാൻ അന്നത്തെ രാത്രി മോഷ്ടിച്ചില്ല. എനിക്ക് സുഖമായി ഉറങ്ങാനും ടെൻഷനില്ലാതെ സമാധാനം തോന്നി. അപ്പോൾ ഞാൻ മോഷണം നിർത്തി. ഇത് താബികൾ സംഭവിച്ച ഒരു ചരിത്രം കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. പ്രിയമുള്ളവര്, അതുകൊണ്ട് നമ്മള് ആരാണെങ്കിലും കഷ്ടപ്പെടുന്നവര്, അവർ ഏത് ജാതിയാണെങ്കിലും മതം എത്ര മോശപ്പെട്ടവരാണെങ്കിലും നമ്മള് ശ്രദ്ധയിൽപ്പെട്ടാൽ, നമ്മുടെ മുമ്പിൽ കൈ നീട്ടിയാൽ അവർക്ക് നമ്മൾ കൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ സമ്പത്ത് ഹലാലായ സമ്പത്താണെങ്കിൽ ആ സമ്പത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവർ നന്നാവും. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് അല്ലാഹു തന്നതാണെന്ന ഓർമ്മയോടുകൂടി അത് നമുക്ക് പരലോകത്ത് ഉപകരിക്കുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തം തുടർന്നതുപോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിപൂർണ്ണ മുത്തഖിയായ മുസ്ലിമായി കൊണ്ട് മാത്രം ഈ ലോകത്തിലൂടെ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്തു വന്നത് സമ്പത്തിന്റെ വിനിയോഗം. അത് അള്ളാഹു തരുന്ന അനുഗ്രഹമാണ്, ഫളാണെന്ന് മനസ്സിലാക്കി, ഖൈർ അത് നന്മയാണെന്ന് മനസ്സിലാക്കി. എന്നാൽ അത് ശരിയായ രൂപത്തിൽ വിനിയോഗിക്കാതിരുന്നാൽ അത് ഫിത്നയായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി.
അതുകൊണ്ട് അള്ളാഹു സമ്പത്ത് തന്നത് നമുക്ക് ഉപയോഗിക്കാനും നമ്മുടെ സമൂഹത്തിന് ഉപയോഗപ്പെടുത്താനുമാണെന്ന ചിന്തയുണ്ടാവണം. അല്ലെങ്കിൽ നാളെ പരലോകത്ത് ആ സമ്പത്ത് അള്ളാഹു തീരിട്ട് ചൂടാക്കി തീക്കട്ടകളാക്കി നമ്മുടെ മുഖത്തും നെഞ്ചിനും പുറത്തും വെച്ച് അതുകൊണ്ട് ശിക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നാളെ മഹ്ശറയിൽ ഒരു വലിയ ഒരു ജുറൈഷ് എന്ന് പറയുന്ന ഒരു പാമ്പ് വരുമെന്നാണ്. ആ പാമ്പിന്റെ പേര് ജുറൈഷ് എന്നാണ് പറയുന്നത്. അത് വളരെ കണ്ടാൽ ഭീകരത തോന്നുന്ന വലിയ ഒരു തലയുള്ള ഒരു സർപ്പമാണ്. അത് സകാത്ത് കൊടുക്കാത്തവരുടെ കഴുത്തിൽ അത് ചുറ്റിപ്പിടിക്കും. എന്നിട്ട് മാങ്ങയുടെ അണ്ടി നമ്മൾ ചീമ്പി കുടിക്കുന്നത് പോലെ ആ ആളുകളുടെ മുഖം ഇങ്ങനെ ചപ്പി കുടിക്കുമെന്നാണ്. എന്നിട്ട് പറയും, അനക്കൻസുക അനമാലുക, നീ എടുത്തു വെച്ച നിധിയുണ്ടല്ലോ, അതാണ് ഞാൻ, നിന്റെ സമ്പത്താണ് ഞാൻ, ആർക്കും കൊടുക്കാതെ ചെലവഴിക്കാതെ എടുത്തു വെച്ച നിധിയില്ല, അതാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിലെത്തുന്നതിന് മുമ്പ് മഹ്ശറിൽ വെച്ച് തന്നെ അവർക്ക് ശിക്ഷ നൽകപ്പെടുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് സമ്പത്ത് അത് ചെലവഴിക്കുമ്പോഴാണ്. ചെലവഴിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചാൽ എല്ലാ ആളുകൾക്കും മനസ്സിന് സങ്കടമാണ്. അയാൾ ആവശ്യപ്പെടാതെ തന്നെ അയാൾക്ക് വേണ്ടി, അയാൾ കൊടുക്കാത്ത ആളുകൾ പോലും അയാളെ കുറിച്ച് കേട്ടറിഞ്ഞ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാത്രമല്ല, മനുഷ്യരൊഴികെയുള്ള മറ്റെല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ വേണ്ടി ചെലവഴിക്കുന്നതിന് വേണ്ടി അവൻ നടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കും. അത്രയും നന്മയാണ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളതിൽ നിന്ന് കൊടുക്കുക. വലിയ മുതലാളിയാവണമെന്നില്ല. അള്ളാഹു പറഞ്ഞു, ഫത്തഖുന്നാറ വലൗ ബിശ്ശഖി തംറ, ഒരു കാരക്കയുടെ ഒരു കഷ്ണം, ഒരു ചീള് അതേ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതെങ്കിലും നിങ്ങൾ കൊടുത്തുകൊണ്ട് നരകത്തിൽ രക്ഷപ്പെടണേ എന്ന്. അതുകൊണ്ട് എത്രയാണോ ഉള്ളത് കൊടുക്കുക, അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് നമ്മുടെ കളക്ഷൻ ഇത്രയും കാലം, ഞാനിപ്പോൾ 10-13 വർഷമായി നിങ്ങളുടെ ഖുതുബ പറയുന്നു. എൻ്റെ നാട്ടിൽ ഒരു സലഫി, ഞാൻ താമസിക്കുന്നിടത്ത് ഒരു തൗഹീദി മസ്ജിദ് ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ, നമ്മുടെ ഇവിടുത്തെ ആളുകളുടെയും മറ്റു പല ആളുകളുടെയും സഹായത്തോടെ ഇപ്പോൾ ഒരു പള്ളി, ചെറിയൊരു പള്ളി, 100 പേർക്ക് നിസ്കരിക്കേണ്ട പള്ളി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പണി പൂർത്തിയായിട്ടുള്ള കുറച്ച് പണികൾ കൂടെ ഉണ്ട്. അതുപോലെ അത് കൊണ്ടു നടക്കാൻ കുറച്ച് 5-8 പേര് ചെറുപ്പക്കാർ മാത്രമാണ്, സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ്. അപ്പോൾ അതിൻ്റെ നടത്തിപ്പിനും അതിൻ്റെ ബാക്കിയുള്ള പണിക്കും വേണ്ടി ആണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത്. അവിടെ ആ പള്ളിയിൽ അൽഹംദുലില്ലാ 100ഓളം ആളുകൾ ആ പള്ളിയിൽ ഇന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 50-ലേറെ പുരുഷന്മാരും 19ഓളം സ്ത്രീകളും ഒക്കെ ജുമുഅക്കും തറാവീഹിനും അതുപോലെ ഖുർആൻ ക്ലാസ്സിനൊക്കെ വരുന്നുണ്ട്. സുബ്ഹി നമസ്കാരത്തിന് 30ഓളം ആളുകൾ വരുന്നുണ്ട്. പള്ളിയില്ലാത്ത ഒരു മേഖലയാണ് ആ ഭാഗം. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് നന്മ ലഭിക്കുന്ന ഒരു സദഖയാണ്. അതുകൊണ്ട് കഴിയാവുന്ന പരമാവധി സഹായം ഇന്നത്തെ അതിൽ നിക്ഷേപിക്കണം. ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ലാത്ത ആളുകൾ ഞാനിവിടെ ഉണ്ടാവും, എന്നെ സമീപിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് പൈസ ഏൽപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ നാടിന് പ്രകാശമാകുന്ന ഒരു ഭവനമാക്കി അത് മാറാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാം ചെയ്യുന്ന സ്വതക്കുകൾ അള്ളാഹു ഇഹത്തിലും പരത്തിലും ഉപകരിക്കും ജാരിയായ സ്വതക്കയായി അള്ളാഹു മാറ്റുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പെട്ടെന്നുള്ള മരണവും മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മുടെ ഈ സദഖകളും ദാനധർമ്മങ്ങളും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വതക്ക കൊടുക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രത്യേകമായൊരു വാതിലുണ്ട്, ബാബു സ്വതക്ക. അതിലൂടെ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبح القنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.